ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ബ്രൗണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം വലിയൊരു ബൗളിലോട്ട് 100 ഗ്രാം കുക്കിംഗ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം, ഡാർക്ക് കോമ്പൗണ്ട്. പിന്നെ 100 ഗ്രാം ബട്ടർ അതും കൂടെ ചേർത്ത് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. ഡബിൾ ബോയിൽ ചെയ്ത് മെൽട്ടാക്കി എടുക്കണം. ഡബിൾ ബോയിൽ എന്ന് പറയുമ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ബൗൾ വെച്ച് ബോയിൽ ചെയ്യുന്നതിനെയാണ് ഡബിൾ ബോയിൽ എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇതിപ്പോൾ നല്ലോണം മെൽട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. കട്ടയൊന്നുമില്ലാതെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഇനി മുട്ടയൊന്ന് ബീറ്റാക്കി എടുക്കണം. ഒരു ബൗളിലോട്ട് 3 മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റാക്കി എടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് ബീറ്റാക്കി എടുത്താൽ മതി. എഗ് ബീറ്ററിൽ തന്നെ ചെയ്യണമെന്നില്ല, ഫോർക്ക് വെച്ചും ചെയ്യാം. പക്ഷേ എനിക്ക് നല്ല ബെറ്ററായിട്ട് തോന്നിയത് ഇങ്ങനെ എഗ് ബീറ്ററിൽ ബീറ്റാക്കി എടുക്കുമ്പോഴാണ്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച ഷുഗർ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റാക്കി എടുക്കണം. എനിക്ക് നല്ല ഡിഫറൻറ്റ് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും ഫോർക്ക് വെച്ച് ചെയ്യുമ്പോഴും. കുറേശ്ശെ ഇട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മെൽട്ടാക്കി വെച്ച ചോക്ലേറ്റ് ബട്ടറും കൂടി മെൽട്ടാക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വെനില എസൻസ് ഇതും കൂടെ ചേർത്ത് ഒരു ലോ സ്പീഡിൽ മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ടേബിളിൽ ഒരു മിനിറ്റ്. പിന്നെ 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അത് കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ലോ സ്പീഡിൽ. ഇതിപ്പോൾ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊന്ന് ഒരു സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ബട്ടർ പുരട്ടിയ ഒരു ട്രേയിലേക്ക് ആക്കി കൊടുക്കുക. ബട്ടർ പേപ്പറും വേണേൽ ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആകുന്നുണ്ട് ഡിമോൾഡാക്കി എടുക്കാൻ. ഇത് നമുക്ക് ഓവനിലോ അല്ലെങ്കിൽ വിത്തൗട്ട് ഓവനോ ബേക്കാക്കി എടുക്കാം. ഞാൻ കുറേ പ്രാവശ്യം കുറേ റെസിപ്പി ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ഓവനൊക്കെ. പിന്നെ ഓവനിലാണെങ്കിൽ 170 ഡിഗ്രിയിൽ 50-60 മിനിറ്റ്സ് ബേക്കാക്കി എടുക്കണം. അതുപോലെ സ്റ്റൗവിൽ ചെയ്യുന്നെങ്കിലും സെയിം ടൈമാണ്. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് വേണ്ടി വരുന്നുണ്ട്. ലോ സ്പീഡിൽ വെച്ചാൽ മതി. ഞാനിത് ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡാക്കി കട്ടാക്കി എടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്ര നല്ല സോഫ്റ്റായിട്ടുണ്ടെന്നിത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അടിയിലൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.